രാമേന്ദ്ര സാറേ, ഇപ്പം ഖത്തർ ദോഹ കയറി ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ആക്രമണവും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് എതിരെ നിൽക്കുന്നവരെ അവർ ടാർഗറ്റ് ചെയ്ത് തന്നെ ആക്രമിക്കുന്നുണ്ട്. ഇനിയും ഈ ഖമേനിയ എന്ന് പറയുന്ന പുള്ളി ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ പോലെ അല്ലെങ്കിൽ അശരീരി പോലുള്ള ഇത് വരുന്നത്. ഇനി അദ്ദേഹമായിരിക്കും എവിടെ ഇരുന്നാലും അവരെടുക്കുമോ? ഓക്കെ, ഇനി ഖമേനി ആയിരിക്കും എന്ന് ഹംസെ സഫാവി എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഇറാനിലെ ഹംസെ സഫാവി എന്ന് പറയുന്ന ആള് ഖമേനിയുടെ മുതിർന്ന സൈനികോപദേഷ്ടാവ് യാഹ്യ റഹീം സവാഫിയുടെ മകനാണ്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് അദ്ദേഹം. അപ്പോൾ ഖമേനിയുടെ അടുത്താണല്ലോ ബാപ്പ ഇരിക്കുന്നത്. അപ്പം ഖമേനിയുടെ മനസ്സും ഒക്കെ അത്യാവശ്യം ഈ ബാപ്പ പറഞ്ഞിട്ട് ഈ സവാഫിക്ക് അറിയാമായിരിക്കും. പിന്നെ ഈ അവരുടെ മതശാസ്ത്രമൊക്കെ പഠിച്ചിരിക്കുന്ന ആളായിരിക്കുമല്ലോ ഈ സവാഫി എന്ന് പറയുമ്പോൾ, സഫാവി എന്നാണ്. അപ്പോൾ അങ്ങേരാണ് ഒരു വീഡിയോ അഭിമുഖത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഖമേനി ആയിരിക്കും ഇസ്രയേലിൻ്റെ ലക്ഷ്യം. അത് ചിലപ്പോൾ അമേരിക്ക അറിയണം എന്ന് പോലും ഇല്ല. അമേരിക്ക അറിയാതെ തന്നെ ഇസ്രയേൽ ഇത് ചെയ്തേക്കാം. ഇപ്പം മറ്റേ ഈ ഖത്തറിൽ നടന്ന ആക്രമണം അമേരിക്കയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. നെതന്യാഹു എനിക്ക് ഒന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു, ഞങ്ങളുടെ മാത്രം. പക്ഷേ ഈ ട്രംപ് പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിഞ്ഞാ ചെയ്യുന്നത്. അതെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഉറപ്പില്ലാത്ത മട്ടിലാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്ര സമനിലയൊന്നുമില്ലല്ലോ, പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ഇവർ ഖമേനി ഒന്ന് ടാർഗറ്റ് ചെയ്തതാണ്. ആ സമയത്താണ് മറ്റേ ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചിട്ട് അമേരിക്ക വന്ന് ആക്രമിച്ചിട്ട് ഖമേനി ഇനി ഒന്നും ചെയ്യരുതെന്ന് ട്രംപ് പറഞ്ഞിരുന്നതായിട്ട് ആ കാലത്ത് റിപ്പോർട്ട് വന്നിരുന്നു. അന്ന് ഇസ്രയേലിന് ഖമേനിയെ തീർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങേര് പറയുന്നത് ഇനി അമേരിക്കയോട് ചോദിക്കാതെ, അന്ന് ഈ ഫോർദോ നദാൻസ് എന്നൊക്കെ പറഞ്ഞ ആണവ നിലയങ്ങളൊക്കെ അമേരിക്കൻ ബോംബറുകൾ വന്നിട്ടേ, അത് ഭൂമിയുടെ അടിയിലായതുകൊണ്ട് തകർക്കാൻ അമേരിക്കയുടെ ബോംബറുകൾ തന്നെ വേണ്ടി വന്നു. ആ സമയത്ത് അമേരിക്ക അറിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അമേരിക്ക അറിയാതെ തന്നെ ഖമേനിയെ തീർക്കും എന്ന് ഇയാളൊരു വീഡിയോ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. യുദ്ധമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ ആക്രമിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഞങ്ങളിത് അറിഞ്ഞിട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും ഖമേനിയെയും തീർക്കുമ്പോൾ. അതാണ് ഈ സഫാവി പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക സ്വയം അതിൻ്റെ ഭാഗമാകേണ്ടി വരും. ഇസ്രയേൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇസ്രയേൽ എന്ത് ചെയ്താലും ഭാഗമാകേണ്ടി വരും. അപ്പോൾ അത് നോക്കാൻ അപ്പോൾ അമേരിക്കയ്ക്കൊരു പ്രതികരണം ഉണ്ടാവും. അമേരിക്കയുടെ ആ പ്രതികരണം ശ്രദ്ധിക്കാൻ ഇറാൻ നിർബന്ധിതമാകും. ഇസ്രയേൽ പറഞ്ഞാൽ ഇറാൻ കേൾക്കുകയില്ല, ശത്രുക്കളാണല്ലോ. പക്ഷെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ. പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഈ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയൻ സമ്പുഷ്ടീകരണമൊക്കെ നിർത്തണം എന്നൊക്കെ അമേരിക്ക പറഞ്ഞ് ട്രംപ് ഒരു കത്തെഴുതിയപ്പോൾ ട്രംപ് ഇത്തവണ വന്ന ശേഷം ഖമേനി അതെടുത്ത് നേരെ ചവറ്റുകൊട്ടയിൽ ഇടുകയാണ് ചെയ്തത്. മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ ചുരുക്ക് ട്രംപിനുണ്ട്. അപ്പോൾ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രയേലിലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഖമേനിയെ ഉന്മൂലനം ചെയ്യണം. പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും പറഞ്ഞിരുന്നു, മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഖമേനിയെ തീർക്കും എന്നുള്ള മട്ടിൽ. അപ്പോൾ സഫാവി പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഉന്മൂലനം, അതായത് ഖമേനിയെ ഉന്മൂലനം ചെയ്യുന്നത് താൻ തടഞ്ഞു എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു നേരത്തെ. ഇത്തവണ വന്നപ്പോൾ ഞാനാണ് ചെയ്യുന്നതെല്ലാം എന്ന് ട്രംപ് പറയുന്നുണ്ടല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടുള്ള വെടിനിർത്തിയത് ഞാനാണ്, യുക്രൈനും റഷ്യയുമായിട്ടുള്ളത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും എന്ന് പറഞ്ഞാണ് വരുന്നതിന് തൊട്ട് മുമ്പേ. അത് നടന്നില്ല. ഇപ്പൊ അർമേനിയയും അസർബൈജാനും അത് തീർത്തു. ഇങ്ങനെ ഈ നൊബേൽ സമ്മാനത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സഫാവി പറയുകയാണ്, അപമാനകരമായ മരണത്തിൽ നിന്ന്
ഇറാനെ രക്ഷിച്ചു എന്ന് ജൂണിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഭീഷണിക്ക് ഇറാൻ മറുപടി നൽകിയില്ലെങ്കിൽ ക്രമേണ ഒരുപാട് അപമാനങ്ങൾ ഇറാൻ സഹിക്കേണ്ടി വരും. ഇതാണ് സഫാവി പറയുന്നത്. യുദ്ധമല്ല പ്രശ്നം, ആത്യന്തിക പ്രശ്നം യുദ്ധമല്ല, ഇറാൻ ഈ തുരുമ്പ് വന്ന് നശിച്ചു പോകുന്നതാണ് പ്രതികരിക്കാതെ. അതാണ് വലിയ പ്രശ്നം എന്ന് അദ്ദേഹം ഈ പൊളിറ്റിക്സിന്റെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പ്, സമഗ്രമായ ഒത്തുതീർപ്പിന് ഇറാൻ ശ്രമിക്കണം. ഇത് ഗമനയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല ഈ സഫാവി പറയുന്നത്. അമേരിക്കയുമായി സമഗ്രമായ ഒരു ഒത്തുതീർപ്പിന് പോകണം. യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണം ആ ചർച്ച. ഈ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധം ഇറാന് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അത് മാത്രം, അങ്ങനെ മാത്രം ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ആ ചർച്ച പരാജയപ്പെടും. ഞങ്ങൾക്ക് ആയുധം വേണം, അണുബോംബ് വേണം എന്നാണ് ഇറാൻ പറയുന്നത്. അത് പറ്റില്ല. അപ്പോൾ ചർച്ച അത് മാത്രമാണല്ലോ, അത് അവിടെ വെച്ച് അലസിപ്പോവും. അത് മാത്രമായിട്ട് ചർച്ച ചെയ്യരുത്. സമഗ്രമായ കാര്യങ്ങൾ, ഭാവി, ഇതൊക്കെ അമേരിക്കയായിട്ട് ചർച്ച ചെയ്യണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സഫാവിയുടെ ബാപ്പയും നേരത്തെ ഉപദേഷ്ടാവും പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിൻ്റെ യുദ്ധം, ഇസ്രയേലുമായിട്ടുള്ളൊരു യുദ്ധം അനിവാര്യമാണെന്ന് ഈ ബാപ്പയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സമഗ്രമായൊരു ചർച്ച അമേരിക്കയുമായിട്ട് ചെയ്തില്ല എങ്കിൽ വലിയ അപകടം വരും. ഗമനയി തന്നെ ഉണ്ടാവില്ല എന്ന് ഗമനയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അവിടെ ഈ പൊളിറ്റിക്സ് പ്രൊഫസർ എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, ഇത് സാറേ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം, കഴിഞ്ഞ ഈ ഖമേനിയെ നേരത്തെ ഇതുപോലെ അമേരിക്കയെ വെല്ലുവിളിച്ചായിരുന്നു. അമേരിക്ക ഈ 2 മാസം മുമ്പായിരുന്നു തോന്നുന്നു, ഞങ്ങളുടെ ഒന്നും തകർത്തിട്ടില്ല, ഞങ്ങൾ പൂർവാധിക ശക്തിയായിട്ട് ഇപ്പോഴും ആ പഴയ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാൻസ് ഇസ്രയേലിന്റെ ആക്രമണത്തിന് ശേഷം. അതെ. അപ്പോൾ അമേരിക്ക ഇങ്ങനെ സമയം കിട്ടുമ്പം അമേരിക്കക്ക് പണി കൊടുക്കാനിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഈ ഖമേനിയെ പറയുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയായിരിക്കും. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അമേരിക്ക അല്ലെങ്കിലും ഇസ്രായേൽ കയറി അടിച്ചിട്ട് അമേരിക്കയ്ക്ക് ഇത് ഏൽക്കേണ്ടി വരും. ട്രംപ് എല്ലാം ഏൽക്കുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞിട്ടാ ചെയ്തതെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ 2015 ഇറാനുമായിട്ട് ഒരു ആണവ ഉടമ്പടി ഉണ്ടായതാണ്. ആ ആണവ ഉടമ്പടിയിൽ നിന്ന് 2018 ആദ്യ ഊഴം ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ 2015 കരാറിൽ നിന്ന് ട്രംപ് പിൻവാങ്ങുകയാണ് ചെയ്തത്. ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ട് പിന്നീട് ഈ ആണവ യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് പോവുകയാണ് ഇറാൻ ആ സമയത്ത് രാജ്യാന്തര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്കൊന്നും വിധേയമാകുന്നില്ല എന്ന് തീരുമാനിച്ചു. ആണവ ഏജൻസി ഒന്നും അങ്ങോട്ട് കയറ്റാറില്ല. എന്നിട്ട് മുമ്പാണെങ്കിൽ അവർ ഇറാൻ്റെ അകത്ത് ഇങ്ങനെ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ അത് നശിപ്പിച്ചു. പിന്നെ 1 ഡസനോളം ആണവ ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തിയിട്ടുണ്ട് പല തരത്തിൽ ഇസ്രയേൽ. ഈ ശാസ്ത്രജ്ഞന്മാർ സഞ്ചരിക്കുന്ന കാറുകളുണ്ട്. കാറിൻ്റെ ഡോറിൽ മറ്റേ ഈ ബൈക്കിൽ 2 പേര് ചെല്ലും. നമ്മുടെ അജ്ഞാതൻ പാകിസ്ഥാനിൽ പോകുന്ന പോലെയാണ്. ഈ ബൈക്കിൽ ഇവർ ചെന്നിട്ട് ഈ കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ഒരു മാഗ്നറ്റിക് ബോംബ്, മാഗ്നറ്റാണ് ആ ഡോറിൽ മാഗ്നറ്റിക് ബോംബ് പതിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ആണവശാസ്ത്രജ്ഞൻ എവിടെയെങ്കിലും പോയി മാളിൽ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും മാഗ്നറ്റിക് ബോംബ് പതിക്കുന്നത്. പിന്നെ ആൾ സഞ്ചരിക്കുമ്പോൾ ഈ ബോംബ് പൊട്ടിത്തെറിച്ച് കാറ് നശിച്ച് കത്തി. അങ്ങനെയാണ് പല ശാസ്ത്രജ്ഞന്മാരെ അവിടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നത്. ഇത്തവണ പിന്നെ അത് പുലിവാലാണെന്ന് കണ്ടിട്ട് ഇത്തവണ അവര് മൊസാദ് ചെയ്തത് എന്താണ്, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലേ 1 ഡസൻ ശാസ്ത്രജ്ഞന്മാർ 13 പേര് കൊന്നുകളഞ്ഞവര്, ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അങ്ങനെ ആണവ സമ്പുഷ്ടീകരണം അവർ നടത്തുന്നുണ്ട്. അത് ഇത്തവണ ആക്രമണത്തിന് മുമ്പ് തന്നെ ഫോർദോ, നദാൻസ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവരിത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്തിയിട്ടുണ്ട് പുറത്തേക്ക് എന്നും വാർത്ത വരുന്നു. എന്നും വാർത്ത വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 60% സമ്പുഷ്ടീകരണം നടന്നിരുന്നു.
ഈ മാർക്കോ റുബിയോയെ പോലുള്ള അമേരിക്കയുടെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ 90% എന്ന് പറഞ്ഞാൽ അണുബോംബ് ഉണ്ടാക്കാവുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആക്രമണം നടത്തുമ്പോൾ ഒരു ന്യായം പറയുമല്ലോ. ഇനി 2 ആഴ്ചക്കുള്ളിൽ അവർക്ക് അണുബോംബ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നതെന്നൊക്കെ പറയും. എന്തായാലും ഇറാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. പക്ഷെ യുദ്ധം കൊണ്ട് ഇറാന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ. പിന്നെ അവിടെ പവർ കട്ടൊക്കെ ധാരാളം ഉണ്ട്. ആളുകൾക്ക് വെള്ളമൊന്നും കിട്ടുന്നില്ല, ഭക്ഷണം ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇറാന്റെ അവസ്ഥ പെരുങ്ങല്ലാണ്. പിന്നെ ഒരു മതഭരണകൂടമാണ്. മതഭരണകൂടമായതുകൊണ്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇഷ്ടമുള്ള വസ്ത്രമൊന്നും ധരിക്കാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിൽ ഖമനേയിയുടെ ഒരു ഭരണകൂടമല്ല അവിടെ ആശാസ്യമായിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയുമായിട്ട് ഈ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ കുറച്ചുകൂടി അങ്ങനെ വേണമെങ്കിൽ ആചാര്യനായിട്ട് നിന്നിട്ട് ഈ നേപ്പാളിലൊക്കെ രാജാവൊക്കെ നിൽക്കുന്നത് പോലെ മര്യാദയ്ക്ക് ഒരു ജനാധിപത്യ ഭരണകൂടം ഇല്ലേ? സൗദി അറേബ്യയിലും ഒക്കെ അത്യാവശ്യം അത് റെജീം ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ അന്ന് ആ യുദ്ധത്തിന് നമ്മളെല്ലാവരും എല്ലാവരും ഒന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭൂമിയുടെ അടിയിലോ മറ്റൊരു ടണലിന്റെ അകത്ത് താമസിക്കുന്നു. അയാളുടെ ബോഡി ഡബിൾ അയാളെ പോലെ തന്നെ 9 പേര് വേറെ ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ പലതരത്തില് ഇപ്പോൾ വലിയ പ്രസ്താവനകളൊന്നും നശിപ്പിച്ച് കളയുന്നുള്ള പ്രസ്താവനകളൊന്നും ഇല്ല. ഇപ്പോൾ അന്ന് നശിപ്പിച്ച് കളയാനുള്ള അടുത്ത ഘട്ടം ഇസ്രയേലിന്റെ അങ്ങനെ ആയിരുന്നു. അപ്പോഴാണ് ഈ ട്രംപ് ഇടപെട്ടത്. ആണവ നിലയങ്ങൾ നശിപ്പിച്ചിട്ട് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇറാന്റെ ഒരു പ്രതിസന്ധി വ്യക്തമാക്കുന്നതാണ് ഈ സഫാവിയുടെ ഈ അഭിമുഖം. അതെ, ഒരുപക്ഷെ അത് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പറയുന്നതായിരിക്കും, രഹസ്യാന്വേഷണ റിപ്പോർട്ട് അതൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ തന്നെ ഇപ്പൊ പട്ടാള മേധാവികളൊന്നും ഇല്ലല്ലോ, എല്ലാം ആക്രമണത്തിൽ നശിച്ചുപോയി, എല്ലാം പോയി. ഖമനേയി ഒന്നും ഇനി അരനാഴിക നേരം അല്ലേ വേണ്ടി വന്നാൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു തിരിച്ചറിവ് ഇറാനിലെ പലർക്കും ഉണ്ടായി വരുന്നു എന്ന് തോന്നുന്നു. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.